എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇരട്ട പിള്ളേരുണ്ടാവണം. അങ്ങനെ ഇരട്ടപ്പഴമൊക്കെ കുറെ ഞാനും കഴിച്ചിട്ടുണ്ട്, ഭാര്യയ്ക്കും കൊടുത്തിട്ടുണ്ട്. നല്ല ഹാർഡ് വർക്ക് ആണ്, ദൂരെ നിന്ന് കാണുന്ന പോലെയല്ല. ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്, ഞാനൊരു ഇരട്ട കുട്ടിയായിരുന്നെങ്കിൽ ഇടയ്ക്ക് ഡബിൾ റോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കൺവിൻസിംഗ്ലി ചെയ്യാം. ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് അയക്കുന്ന പ്രധാനമായിട്ടും മൂസിൻ പരായിരിക്കും, ബേസിൽ ജോസഫിനൊക്കെ കോമഡി തിരിച്ച് എനിക്കും കിട്ടാറുണ്ട്. നമ്മളെ കളിയാക്കുന്നതാണെങ്കിൽ ജെനുവിൻ ഹ്യൂമറിൽ നമ്മൾ ചിരിച്ചതിന് ശേഷമേ നമ്മൾ ഒഫൻഡഡ് ആവുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഈ ശബ്ദം കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? എന്റെ ശബ്ദമാണെങ്കിൽ എന്റെ ശബ്ദം ഇങ്ങനെ അല്ല. വന്നിരുന്ന ആൾക്കാർ ഇറങ്ങി ഓടണോ, ഇതെന്താണ് സംഭവിക്കുന്നത്? പബ്ജി ഒന്നും ഞാൻ കളിച്ചിട്ടില്ല, എനിക്കതൊന്നും കളിക്കാനൊന്നും അറിയാൻ പാടില്ല. ഞാൻ കളിക്കുന്നത് ലുഡോ ഒക്കെ പോലത്തെ കളിയാണ്. അപ്പൊ നമ്മളൊക്കെ ഏകദേശം ഒരു ഗെയിമൊക്കെ തന്നെ ആയിരിക്കും കളിക്കുന്നത്. പാമ്പും കോണി വരെ ടോയിനോ കളിക്കും. അല്ലാതെ പാമ്പും കോണിയാണ് ശരിക്കുമുള്ള ജീവിതത്തിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ കയറി 99 എത്തുമ്പോഴായിരിക്കും ഒരു പാമ്പ് വിഴുങ്ങുന്നത്. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ വേറെ ക്ലാസ്സിലായിരുന്നു 10ാം ക്ലാസ്സിലെ. പക്ഷേ ഫിസിക്സിന് ഒരേ ടീച്ചറായിരുന്നു. പക്ഷേ ടീച്ചർ അവിടുന്ന് കണ്ടപ്പോ എനിക്കൊരടി ബാക്കിയുണ്ടല്ലോ എന്നോളോ. അതല്ല, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് ഞാനല്ല അവനാ എന്ന് പറഞ്ഞ പോലെ. ഇരിഞ്ഞാലക്കുട ഇല്ലിക്കൽ തോമസ് ചേട്ടന്റെ വീട്, അവിടുത്തെ ഗേറ്റ് എപ്പോഴും തുറന്നിട്ടേക്കുന്ന ഒരു ഗേറ്റ് ആണ്. അവന് ഈ വീട്ടിലല്ല താമസം. ഞങ്ങളും അവനും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. നമ്മൾ തമ്മിലുള്ള കാര്യം നമ്മൾ അറിഞ്ഞാൽ പോലെ നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് വഴക്കിട്ട പോലെ അഭിനയിക്കാം. South Plus presents Identity Reveal. Title partner Homes 4. Associate partners are the Institute of Management Studies, Benny's Royal Tour, Jackson. ഇവിടെ ഇപ്പം ഇത്രയും ഇരട്ട പിള്ളേർ ഇരിക്കുന്ന കണ്ടല്ലോ. ഇപ്പം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇരട്ട പിള്ളേരെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര രസമാണ്. ഒരേപോലെ രണ്ടുപേരും നമ്മൾ അറിയാണ്ട് ശ്രദ്ധിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇരട്ട പിള്ളേരുണ്ടാവണം. അങ്ങനെ ഇരട്ടപ്പഴമൊക്കെ കുറെ ഞാനും കഴിച്ചിട്ടുണ്ട്, ഭാര്യയ്ക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതല്ല, അപ്പാരന്റ്ലി അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. അത് പിന്നെ മനസ്സിലായി. അപ്പൊ ഇരട്ടപ്പഴം കഴിച്ചവർ ഒരുപാടുണ്ട്, പുള്ളി സമ്മതിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ എന്തായാലും. പക്ഷെ അതേസമയം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, അത് ഇരട്ടക്കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് പാരൻസിനും ചുറ്റുമുള്ളവർക്കൊക്കെ ഭയങ്കര രസമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇരട്ടക്കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഒരാൾ കണ്ണാടി നോക്കുമ്പോൾ കാണുന്നത് തന്നെ ഇപ്പുറത്തോട്ട് കണ്ണാടി അല്ലാതെ തൊട്ട് അപ്പുറത്തിരിക്കുന്ന ആളെയും കാണുമ്പോൾ തോന്നുന്നു. ഒരു മൈക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇരട്ടക്കുട്ടി സംസാരിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്, ഞാനൊരു ഇരട്ടക്കുട്ടി ആയിരുന്നെങ്കിൽ ഇടയ്ക്ക് ഡബിൾ റോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കൺവിൻസിംഗ്ലി ചെയ്യാം. പിന്നെ അങ്ങനെ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ തിരക്കുള്ള സമയത്ത് 2 സീൻ ചെയ്തിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇരട്ട സഹോദരനോട് പറഞ്ഞിട്ട് നമുക്ക് ടൂർ പോവാം. അങ്ങനെ ഒരേ സമയത്ത് ചിലപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ നമുക്കൊരു വയ്യാത്ത ദിവസമോ ഒരു മൂടില്ലാത്ത ദിവസമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പകരം വിടാനായിട്ട് ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ഡേറ്റ് മാനേജ് ചെയ്യാനൊക്കെ എന്തൊരു എളുപ്പമായിരിക്കും എന്നറിയാം. ഒരേ സമയം 2 സിനിമ. ഇരട്ട പിള്ളേര് റെഡിയാണ്, പറഞ്ഞോ. എങ്ങനെയാ ഈ ഇരട്ട പിള്ളേര് വന്നു കഴിയുമ്പോൾ എന്നെ പോലെ തന്നെ വേറൊരാൾ എന്ന് പറയുമ്പോൾ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവുമോ? രണ്ടാമത്തെ കാര്യം, ബാക്കി ആരെക്കാളും ഇപ്പം ഞാനൊക്കെ കണ്ണാടി നോക്കി പറയുന്നതിൻ്റെ വിഷമങ്ങൾ പറയാനായിട്ട് അതേപോലെയൊക്കെ ചിന്തിക്കുന്ന, അതേപോലെ തന്നെയുള്ള ജീവിത സാഹചര്യങ്ങളുള്ള നിങ്ങളെ ഏറ്റവും നല്ല സുഹൃത്തുക്കളും നിങ്ങളുടെ ഇരട്ട സഹോദരങ്ങൾ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇതിൽ ഭയങ്കര സന്തോഷമാണോ? കാര്യം ഇത് ഭയങ്കര യൂണീക്കാണ്, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ല. ഇത് വളരെ ചുരുക്കം ആളുകൾക്ക്. സ്കൂളിലും കുറേ പേര് ഇരട്ടക്കുട്ടികളാവുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾ ടീച്ചേഴ്സിന്. അപ്പോൾ അത് ഭയങ്കര ഇതാണ്. നിങ്ങൾ ഇരട്ടകളാണെന്ന് അറിയാത്ത ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രാങ്ക് ഒക്കെ ചെയ്യാറുണ്ടോ? ഒരു തവണ നടന്നു പോയിട്ട് അപ്പുറത്തൂടെ വീണ്ടും നടന്നു. വീട്ടില് ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ ഇവള് റൂമിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരികയാണ്. വന്നിരുന്ന ആൾക്കാർ ഇറങ്ങി ഓടണോ, ഇതെന്താണ് സംഭവിക്കുന്നത്? ഇതിന്നിപ്പോൾ പോയതല്ല, ഇപ്പം ഇങ്ങനെ അവിടുന്ന് വരുന്നതെന്നുള്ള ഇതിൽ ഇതാക്കി അയാൾക്ക് കൺഫ്യൂഷൻ ആയി എന്നൊക്കെ പറഞ്ഞു. അല്ല, അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടോ പറ. അടി മാറി കിട്ടുക, അല്ലെങ്കിൽ മറ്റവൻ അടി മേടിച്ചു കൊടുക്കുക, മറ്റവർക്ക് അടി മേടിച്ചു കൊടുക്കുക. ഞാനതിൽ ഞങ്ങൾ ചെറുപ്പത്തിലായ സമയത്ത് അമ്മേൻ്റെ അമ്മ ഞങ്ങൾക്ക് ഫുഡ് തരുമായിരുന്നു. അതിൽ ഒരാൾ റോസ് ബണ്ണും ഒരാൾ ഗ്രീൻ കളറ് ബണ്ണുമാണ് മുടിയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് ഒരാൾക്ക് ഫുഡ് കൊടുത്തു. എന്നിട്ട് അയാൾ പോയിട്ട് പിന്നെ മറ്റേ ആളുടെ അതേ കളറ് ബണ്ണെടുത്ത് കെട്ടി. അമ്മ വിചാരിച്ചു അയാൾ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് രണ്ടാമതും കൊടുത്തു. ഭക്ഷണത്തോടൊരു ഇഷ്ടം. അപ്പൊ തല്ല് മേടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനല്ല, അവനാണ്, അവളാണ്. എന്തൊരു നല്ല പിള്ളേര്. ഇരിക്കണം. ഒന്ന് കാണട്ടെ, ഒന്ന് എഴുന്നേറ്റ് പോവാ. തിരിച്ചും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ മോളെ? 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ വേറെ ക്ലാസ്സിലായിരുന്നു 10ാം ക്ലാസ്സിലെ. പക്ഷേ ഫിസിക്സിന് ഒരേ ടീച്ചറായിരുന്നു. പക്ഷേ ടീച്ചർ അവിടുന്ന് കണ്ടപ്പോൾ എനിക്കൊരടി ബാക്കിയുണ്ടല്ലോ എന്നോളോട് പറഞ്ഞു.
അതല്ല എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് ഞാനല്ല അവനാ എന്ന് പറഞ്ഞ പോലെ വളരെ നിരപരാധി ശിക്ഷിക്കപ്പെടരുതല്ലോ. അത് CCTV ഫുട്ടേജ് വെച്ച് പോലും പിടിക്കാൻ പറ്റൂല. താങ്ക് യു കേട്ടോ. ഇരുന്നു ട്വിൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ല ലൈക്ക് ഇങ്ങനെ ഒരു ട്വിൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടില്ലേ? എനിക്ക് കുട്ടികളുണ്ടാകുമ്പോൾ ട്വിൻസ് ആയിരുന്നെങ്കിൽ വളരെ രസമായിരുന്നേനെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഒരേപോലത്തെ രണ്ടാൾക്കാർ വരുന്ന സമയത്ത് അവര് തമ്മിൽ ശരിക്കുള്ള ഞാനാ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളത്. പക്ഷേ ഇപ്പം 2 പിള്ളേരൊക്കെ നല്ല കുസൃതിയൊക്കെ ആയപ്പോ ഏകദേശം ഇരട്ട ആഗ്രഹം ഒന്നും മാറിയില്ല, ഒരുമിച്ച് വേണ്ട. അതെൻ്റെ ഒരു കസിൻ ഉണ്ട്, ട്വിൻസ് ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് പിള്ളേടുത്ത് പറഞ്ഞു, ചേട്ടാ അടിപൊളി, നിങ്ങൾക്ക് അത് ഭയങ്കര ഭാഗ്യം കേട്ടോ അങ്ങനെ ട്വിൻസ് ഉണ്ടാവണം. അതേടാ അതെ എന്ന് പറയണത്. അതായത് ഇപ്പൊ എനിക്കൊക്കെ കുട്ടികളുണ്ടായിട്ട് ആദ്യത്തെ കുട്ടിക്ക് ഒരു 3-4 വയസ്സായതിനു ശേഷമാണല്ലോ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്നത്. ഇത് 2 ടോഡ്ലേഴ്സിന് ഒരുമിച്ച് ടേക്ക് കെയർ ചെയ്യാന്ന് പറയുന്നത് അത് കുട്ടികളെ വളർത്തിയിട്ടുള്ള പാരൻസിന് അറിയാം അതത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അതിലുള്ള കൗതുകം അത് എന്നും ഉണ്ടായിരിക്കും. ആ ഒരു ഇരട്ടകൾ എന്ന് പറയുന്ന കൗതുകം നല്ല ഹാർഡ് വർക്കാണ്, ദൂരെ നിന്ന് കാണുന്ന പോലെ അല്ല. അത് അങ്ങനെ വന്നാൽ അത് ചെയ്യും. അങ്ങനെ പാരൻസ് നല്ല രീതിയിൽ വളർത്തിയ പിള്ളേരല്ലേ ഇരിക്കുന്നത്. ശരിയാണ്. ഇനി ചോദിക്കട്ടെ, ഒരു ട്വിൻ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പേരിട്ടേനെ? കാരണം നിങ്ങളുടെ വീട്ടിലെ പേരുകളൊക്കെ ഭയങ്കര ഡിഫറെന്റ്, എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് അത് അപ്പനോട് തന്നെ ചോദിക്കണം. എനിക്കറിയില്ല ഞങ്ങളുടെ പേരുകൾ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചതെന്ന് അറിയില്ല. ട്വിൻ ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പേരിടും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേണ്ട, ഇല്ലാത്ത ട്വിൻസിന്റെ പേര് ചോദിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ ചോദിക്കില്ല. ഇനി വീട്ടിലോട്ട് അപ്പൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയട്ടെ. ഇപ്പം ആ ഭാഗത്തുള്ള ആളുകളെല്ലാം ടോവിനോട് വീടിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഇരിഞ്ഞാലക്കുട ഇല്ലിക്കൽ തോമസ് ചേട്ടൻ്റെ വീട്, അവിടുത്തെ ഗേറ്റ് എപ്പോഴും തുറന്നിട്ടേക്കുന്നൊരു ഗേറ്റാണ്, ആർക്കും കയറി ചെല്ലാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മളിത് കേട്ടിട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ചില സിനിമകളിലേക്ക് ജന്മികളുടെ പോലെ ആ പടിപ്പുര അടയ്ക്കാറില്ല എന്നൊരു ഫീലിംഗ് ആണ് വരണേ. അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ പോലെ ശരിയാണോ? എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള എപ്പോഴും കയറി വരാൻ പറ്റുന്ന പോലെ അങ്ങനത്തെ ഒരു വീടാണോ? എൻ്റെ അപ്പനൊരു ലോയറാണ്. അപ്പോൾ അപ്പൻ്റെ ക്ലയൻസൊക്കെ വരികയും ഒക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് ചെറുപ്പം പോലെ എൻ്റെ വീട് അങ്ങനെ ഗേറ്റ് അടയ്ക്കാറില്ല. അതങ്ങനെ ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ സമയത്തൊക്കെയാണ് ഗേറ്റ് അടയ്ക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഗേറ്റ് കടന്ന് പിള്ളേർ റോഡിലേക്ക് പോകാതിരിക്കാനും ഒക്കെ. ഞാനും ആ വീട്ടിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ആ വീട്ടിലെ ഗൃഹനാഥൻ എൻ്റെ അപ്പനാണ്. അപ്പം അപ്പൻ്റെ പ്രൊഫഷൻ ഇതായത് കാരണം കൊണ്ട് അവിടെ വന്ന് എല്ലാവർക്കും വന്ന് ഗേറ്റിൻ്റെ പുറത്ത് കാത്തുക്കാൻ. മാത്രമല്ല എൻ്റെ കറക്റ്റ് ഒരു 1 വേയിലാണ് വീട്. അപ്പം ഗേറ്റ് അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരു വണ്ടിയൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ബാക്കിൽ നിന്ന് വരുന്ന ബസ് ആ വണ്ടിയും കൊണ്ട് പോകും. അത് കാരണം കൊണ്ട് ആ തുറന്ന് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്തിട്ട് പിന്നീടുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ആ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ സിനിമയിൽ അഭിനയിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും നിങ്ങളെയൊക്കെ പോലെ ഉള്ള സിനിമയിൽ അഭിനയിക്കാത്ത ആൾക്കാരാണ്. അവർക്ക് ഇത്ര അറ്റൻഷനൊന്നും അത്ര ഇഷ്ടമല്ല. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ബെല്ലടിച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്കിൽ നിന്നും അമ്മ നടന്നു വന്നിട്ട്, അമ്മ അല്ലെങ്കിൽ ആരാണെങ്കിലും നടന്നു വന്നിട്ട് ഇത് തുറന്നു നോക്കുമ്പോൾ ടൊവിനുണ്ടോ നോക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം നടന്നു വന്ന് എന്തെങ്കിലും ചിലപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പണികളിലായിരിക്കും അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അത് ഒരു ദിവസം 10, 20, 30, 40 തവണയൊക്കെ അത് ചെയ്യേണ്ടി വന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിലേക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ വരുന്ന സമയത്ത് ഞാനവിടെ ഇല്ല, ഞാനവിടെ ഉണ്ടെങ്കിൽ അവർ വരുന്നതിലെ കാര്യമുണ്ട്. ഞാനവിടെ ഇല്ലാത്തപ്പോൾ അവർ വരുന്നത് എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതിനപ്പുറത്ത് അതിനകത്ത് യാതൊരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ അതുമാത്രമല്ല, ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പനും നാട്ടിൽ അത്യാവശ്യം ആളുകൾക്ക് അറിയുന്ന ഒരാളായത് കാരണം കൊണ്ട് ചേട്ടനും ഈ പറഞ്ഞ പോലെ അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ചോദിക്കും, മറ്റേ ഒരു പരിപാടിയുണ്ട് അതിന് ടോവിനോനെ വിടും. അപ്പോൾ ഇവരാണെങ്കിൽ ആര് ചോദിച്ചാലും അത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണമല്ലോ അതിൻ്റെ യെസ് ഓർ നോ പറയാനായിട്ട്. അതുകൊണ്ട് ഇവരെൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ദിവസം ഒക്കെ ആയിരിക്കും വീട്ടിൽ നിൽക്കാൻ കിട്ടുക. ആ ദിവസം ഒരു പരിപാടിക്ക് പോകാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കുന്നവരോട് എങ്ങനെയാണ് നോ എന്ന് പറയുക, ഇപ്പം നീ പറയണ പോലെയല്ല ഞങ്ങൾ പറയുമ്പോൾ എന്നുള്ള കാര്യങ്ങളാണ് എൻ്റെ ചേട്ടനൊക്കെ പറയണത്. അപ്പോൾ ഇപ്പം ഞാൻ റീസെൻ്റ്ലി പറഞ്ഞേക്കുന്നത് അവനിപ്പോൾ ഈ വീട്ടിലല്ല താമസം, ഞങ്ങളും അവനും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല എന്ന് പറഞ്ഞേക്കൂ, എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഊരിക്കോ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ തമ്മിലുള്ള കാര്യം നമ്മൾ അറിഞ്ഞാൽ പോലെ നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് വഴക്കിട്ട പോലെ അഭിനയിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ ഈ ഒരു സിനിമാ നടനായതിൻ്റെ പേരിൽ വരുന്ന എല്ലാ ബാഗേജും എടുക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. ഞാനാണല്ലോ സിനിമയിൽ. അവരുടെ വീട്ടിലൊരു സിനിമാ നടനുണ്ടെന്നും പറഞ്ഞിട്ട് അവരിതൊന്നും എടുക്കേണ്ട കാര്യമില്ല. അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് അതിനേക്കാളും കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള സാധാരണ മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്ന പോലത്തെ ലൈഫ്. നമ്മളൊരു കാര്യം
ഇവിടെ ടൊവിനോയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പിള്ളേർക്കെല്ലാം ഒത്തിരി ഇഷ്ടമുള്ള ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സർപ്രൈസ് ഉണ്ട്. ബിനു അതിന് റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത്രയും പാട്ട് പുള്ളി ഗംഭീരമായിട്ട് അത് വായിച്ചു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വയലിൻ സംഗീതം കേൾക്കാൻ. പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര മെലഡികളുടെ ആരാധകനാണ്. ബാക്കിയുള്ളവർക്ക് ആ പാട്ട് ഓർമ്മ വരുന്ന സമയത്ത് എനിക്ക് ആ പാട്ടും അത് ഷൂട്ട് ചെയ്ത സമയവും ആ സിനിമയിലെ നല്ല ഓർമ്മകളും ഒക്കെ ഓർമ്മ വരും. അത് കാരണം കൊണ്ട് എൻ്റെ സിനിമയിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനത്തെ സന്തോഷം കൂടെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ ശബ്ദം കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ശബ്ദമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ആരുടെങ്കിലും ശബ്ദം അനുകരിക്കാനായിട്ട് തോന്നുന്നുണ്ടോ? എൻ്റെ ശബ്ദമാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ശബ്ദം എൻ്റെ ശബ്ദം ഇങ്ങനെ അല്ല. അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഓഡിയൻസ് പറയുന്നതുകൊണ്ട് മാത്രം ആണ് ഞാനിവിടെ വന്നത്. താങ്ക് യു സോ മച്ച് ചേട്ടാ. നമസ്കാരം. എൻ്റെ പേര് അഖിൽ. വീട് കൊടുങ്ങല്ലൂരാണ്. തൃശ്ശൂർക്കാരനാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ടോണിച്ചേട്ടൻ്റെ ശബ്ദം അനുകരിക്കുമ്പോൾ അല്ലടാ, എൻ്റെ ശബ്ദം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന നമ്മുടെ ശബ്ദവും നാട്ടുകാർ കേൾക്കുന്ന നമ്മുടെ ശബ്ദവും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം എന്താ വെച്ചാൽ നാട്ടുകാർ കേൾക്കുന്നത് അവരുടെ ചെവി കൂടെ മാത്രമാണ്. നമ്മളുടെ ഉള്ളിൽ കൂടെയും നമ്മുടെ ശബ്ദം കേൾക്കും. അതുകൊണ്ടായിരിക്കും അതെ 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 ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ശബ്ദം ഭയങ്കര ഞാൻ കേൾക്കുന്നത് അങ്ങനെ അടിപൊളിയായിട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ സിനിമയിൽ കേൾക്കുന്ന ശബ്ദമാണ് ഞാൻ അനുകരിക്കാറ്. നേരിട്ട് ഇപ്പോഴാണ് ഞാൻ കൂടുതലും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ബെറ്ററാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പം എന്തായാലും ചേട്ടൻ്റെ ശബ്ദം ചേട്ടൻ്റെ മുമ്പിൽ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം എൻ്റെ ഏറ്റവും ഒരു ആഗ്രഹമാണ് ചേട്ടൻ ഒരു പാട്ട് പാടി കാണണം. അല്ല, അത് എൻ്റെ ശബ്ദം അനുകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ തന്നെ ആ പാട്ടങ്ങ് പാട്. ചെമ്മീൻ സിനിമയിലെ പാട്ട് ചേട്ടനൊന്ന് പാടിയെ കൊള്ളാമെന്നുണ്ട്. പാട് കേൾക്കട്ടെ. എനിക്കങ്ങനെ പാടാറില്ല, എങ്കിലും ചേട്ടൻ്റെ ശബ്ദത്തിൽ നിന്ന് പാടാൻ ശ്രമിക്കും. എനിക്കും പാടാറില്ല, അപ്പൊ കുഴപ്പമില്ലല്ലോ. എങ്ങനെ പാടിയാലും ഓക്കെ. ഇഷ്ടപ്പെട്ട കൈയടിക്കണം കേട്ടോ. മാനസമൈനേ വരൂ മധുരം നുള്ളി തരൂ. പക്ഷെ മധുരം ഇപ്പൊ തരണ്ട. ഐഡന്റിറ്റി സിനിമ റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് തന്നാൽ മതി. ഓക്കെ. പക്ഷേ ടോനി ചേട്ടൻ ലൂസിഫർ ഫിലിമിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. മുണ്ടുടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടോ? എനിക്ക് മുണ്ടുടുക്കാനും അറിയാം, ആവശ്യം വന്നത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്ന നല്ല രണ്ട് തെറി പറയാനും അറിയാം. അപ്പൊ എല്ലാവരും ഐഡന്റിറ്റി പോയി കാണണം. താങ്ക് യു സോ മച്ച്. പേരെന്തായിരുന്നു? അഖിൽ. അഖിൽ. ഓക്കെ. ഞാൻ ഇവിടെ കേട്ട ശബ്ദവും ഫിലിമിലെ ശബ്ദവും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ ഇനിയും ബെറ്റർ ആക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. ഇപ്പം ടൊവിനോയുടെ സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിൽ മീശ വെച്ച ടൊവിനോ, മീശ ഇല്ലാത്ത ടൊവിനോ, താടിയുള്ള ടൊവിനോ. ഇപ്പം ARMലാണെങ്കിൽ വേറൊരു ടൊവിനോ, മൊത്തത്തിൽ വേറെ ലുക്കായിരുന്നു. താടിയുള്ള ടൊവിനോ ചേട്ടനെയാണോ താടി ഇല്ലാത്ത ടൊവിനോ ചേട്ടനെയാണോ? ഏത് ലുക്കാണ് ഏറ്റവും ഇഷ്ടം? ഇതൊക്കെ ഓക്കെയാണ്. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. താങ്ക് യു.
ഇനി ഞാൻ കേട്ടൊരു കിംവദന്തി ഞാൻ ചോദിക്കുകയാണ്. താങ്കൾ ഒരു IT കാരനാന്നുള്ളത് എല്ലാവർക്കും അറിയാം കേട്ടോ. ഇത് എന്താ പറയണേന്ന്. IT കാരനാന്ന് എല്ലാവർക്കും അറിയാം. അപ്പം പല ആളുകൾക്കും അവരുടെ സ്വന്തമായ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഒരു യങ് ആക്ടർക്ക് സ്വന്തമായൊരു വെബ്സൈറ്റ് ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരാൾ ടൊവിനോ ആണ്. അതിൻ്റെ ഒരു ടൊവിനോയുടെ താടിയുള്ള കുറേ ഫോട്ടോസ് ഉണ്ട്, പഴയ കുറേ ഫോട്ടോസ് ഉണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അതിൽ അപ്ഡേഷൻസ് വരുന്നില്ല. കിംവദന്തി ഞാൻ തന്നെ ഇരുന്ന് എൻ്റെ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയ വെബ്സൈറ്റ്. ആരാണത് പറഞ്ഞത്? അങ്ങനെ ആണോ? ആക്ടറിന് വെബ്സൈറ്റിന്റെ ഒരു ഉപയോഗമില്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ IP അഡ്രസ്സോ എന്താ പറയാൻ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ വെബ്സൈറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവനത് ചെയ്ത് ഇട്ടോടെ. ഡൊമൈൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതന്നെ ഡൊമൈൻ, അതല്ലേ അത് മേടിച്ചു വെച്ചിട്ടുണ്ട്. വർക്ക് ചെയ്താണ് അവിടെ കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞ IT കാരനായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ പഠിച്ചത്, അഭിനയം പഠിച്ചത്. കാര്യം എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു, ഞാനത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് അങ്ങനെയാണ് ആ ഡൊമൈൻ മേടിച്ചിട്ടത്. അത് കഴിഞ്ഞ് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് എന്ന് വെച്ചപ്പോൾ ചെയ്തു. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എന്തിനാ വെബ്സൈറ്റ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇൻസ്റ്റഗ്രാം തന്നെ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് അത് എൻ്റെ സിനിമകളുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും പുറത്തു വിടാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോറീസിലൊക്കെ ആണെങ്കിൽ ഞാൻ കാണുന്ന നല്ല കാഴ്ചകൾ ആളുകൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ സ്റ്റോറീസൊക്കെ ഇടുന്നത്. എനിക്ക് അങ്ങനെ അല്ല, എനിക്കിഷ്ടമാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അതിനകത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ ഇതിട്ടു കഴിഞ്ഞു പോയി. അതിനപ്പുറത്തേക്ക് പിന്നെ ഞാൻ കൂടുതലും ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ നന്നായിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കൂടുതലും ഗെയിം കളിക്കാനൊക്കെയാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്കും പിള്ളേരുടെ എല്ലാം മുന്നിൽ ആ ഗെയിമുകൾ എന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ അത് ശരിയായ മെത്തേഡാണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഡിസ്ട്രാക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഗെയിമാണ് ഭയങ്കര രസമുള്ള ഒരു ഡിസ്ട്രാക്ഷൻ. എന്തെങ്കിലും ഇപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഉള്ള സമയത്തോ, അല്ലെങ്കിൽ നമ്മളൊരു സാധനം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാണ്, അതിൽ നിന്ന് ലൂസായി പോവാതിരിക്കാൻ എനിക്കൊരു ഇതിവിടെ നിർത്തി എനിക്ക് കുറച്ച് നേരം ഡിസ്ട്രാക്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടൊക്കെ ആണ് ഞാൻ കൂടുതലും. അതും ഈ പറയുന്ന പോലെ ഭയങ്കര PUBG ഒന്നും ഞാൻ കളിച്ചിട്ടേ ഇല്ല. എനിക്കതൊന്നും കളിക്കാനൊന്നും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഗെയിമുകളൊന്നുമല്ല. ചെറിയ അപ്പം നമ്മളൊക്കെ ഏകദേശം ഒരു ഗെയിമൊക്കെ തന്നെയായിരിക്കും കളിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പറയുന്ന ചേട്ടൻ സ്കൂളിൽ മറ്റേ ക്ലാസ്സിലൊക്കെ മിക്കവാറും ഫസ്റ്റും സ്കൂൾ ലീഡറും ഒക്കെ ആയിരുന്നു. ആയിട്ടില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ടില്ല. ചേട്ടൻ ഗെയിം കളിച്ച് തുടങ്ങിയത് സിനിമയിൽ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്നും കൂടെ ചേട്ടൻ പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറയണത്, അവരോട് ഞാൻ പറയാറുണ്ട് ഇതിന് വേറെ ഡൗൺ സൈഡും കൂടെ ഉണ്ട്. ഇതെങ്ങനെയാണത് ഡിസ്ട്രാക്ഷനായിട്ട് മാത്രമാണ് ഞാനിത് ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ കാരണം, ഡിസ്ട്രാക്ഷൻ അപ്പുറത്തേക്ക് ഉറക്കം കളഞ്ഞ് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങളുടെ ഇടയ്ക്ക് ഗെയിം കളിക്കാനോ ഞാൻ നിൽക്കാറില്ല. കാര്യം മൊബൈൽ ഗെയിമിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ തീറ്റ കൊടുത്ത് വളർത്തുന്ന പരിപാടിയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു പരിധി വിട്ട് അത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പിന്നീട് ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഗെയിമുകളല്ല ഞാൻ കളിക്കുന്നത്. ലുഡോ ഒക്കെ പോലത്തെ കളിയാണ്. അത് നേരം പോക്കിനപ്പുറത്തേക്ക് അതിനൊരു ആങ്സൈറ്റി ഒന്നും ഒരിക്കലും ഉണ്ടാവുന്ന പോലത്തെ കളികളൊന്നുമല്ല. പാമ്പും കോണി വരെ ടോവിനോ കളിക്കും. പാമ്പും കോണി നല്ല കളിയല്ലേ? പാമ്പും കോണിയാണ് ശരിക്കുമുള്ള ജീവിതത്തിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കയറി 99 എത്തുമ്പോഴായിരിക്കും ഒരു പാമ്പ് വിഴുങ്ങുന്നത്. അതേപോലെ തന്നെ നമ്മൾ 2-ൽ നിന്ന് ചിലപ്പോൾ 98-ലേക്ക് നമുക്ക് കോണിയും കിട്ടിയെന്ന് വരാം. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, മെറ്റഫറിക്കലും ഭയങ്കര ജീവിത പാഠങ്ങളുള്ളൊരു കളിയായിട്ടാണ് പാമ്പും കോണീനെ ഞാൻ കാണുന്നത്. എന്നാലും ടീച്ചർമാർക്ക് സന്തോഷമായിട്ടോ ഇവനും അത്രയും പറഞ്ഞതോടുകൂടി ഇനിയിപ്പോൾ എനിക്ക് സ്കൂളിൽ ചെന്ന് പറയാമല്ലോ എന്നുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ഭയങ്കര കുറവാണല്ലോ. പക്ഷെ അപ്പോൾ അതിൽ ആരെയും മെസ്സേജ് ചെയ്യാറൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന പ്രധാനമായിട്ടും കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും അത് ഈ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് അതിനെ എന്തോ ഒരു ഇത് പറയുള്ളൂ, പെബിളിംഗ് എന്നോ അങ്ങനെ എന്തോ പറയും. മറ്റേ പെൻഗ്വിൻസ് ചെയ്യണതാണ്. ഇഷ്ടപ്പെട്ട ഒരു പെബിള് കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കും. അതിന് അങ്ങനെ ഒരു ടേം ഉണ്ട് ആക്ച്വലി. ഇൻസ്റ്റാഗ്രാമിലുള്ള കാണുന്ന നല്ല പോസ്റ്റുകൾ കാണുമ്പോൾ എനിക്കൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് എൻ്റെ. അപ്പോൾ എന്തെങ്കിലും നല്ല വീട്ടിലുള്ള DIY ഹാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കിടെക്ചറൊക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിലത്തെ ഗ്രൂപ്പിലേക്ക് പോവും. എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് സ്വാഭാവികമായിട്ടും ഞാനത് ഫോർവേഡ് ചെയ്യും. പിന്നെ ഭയങ്കര രസമുള്ള പണ്ണൊക്കെ കാണുമ്പോൾ മൂസിൻ പരായിരിക്കും, ബേസിൽ ജോസഫിനൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്യും. തിരിച്ചെനിക്കും കിട്ടാറുണ്ട്. അതുപോലെ കുറേ പേർക്ക് അങ്ങനെയുള്ള മെസ്സേജിങ് ആണ് കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്നത്. ബേസിലും ടൊവിനോയും പറക്കുകയാണല്ലോ എപ്പോഴും. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എയറിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെയാണോ സ്വന്തം കളിയാക്കൽ റീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം അയക്കുക, അതോ മറ്റുള്ളവർ അയച്ചു തരുമ്പോൾ ഷെയർ ചെയ്യുകയാണോ?
അല്ല ഞങ്ങളെ കളിയാക്കുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് നോക്കിയിരുന്ന് ചിരിക്കും. ആദ്യ റീല് കാണുമ്പോൾ ഞാൻ തന്നെ അവനെ അറിയിച്ചേക്കായില്ല. അത് പുതിയ റീലുകൾ വരുമല്ലോ, ട്രോളുകളായിട്ട് വരുമല്ലോ, ട്രോളുകൾ എന്നിട്ട് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ റീലുകളും സ്റ്റിക്കറൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കും. അതുണ്ട്. അതുണ്ട്, പിന്നെ അത് വേണമല്ലോ. അത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ ഇരുന്നിട്ട് നമ്മളെ കളിയാക്കുന്നതും ആയിട്ടുള്ള അത് ഒറ്റയ്ക്കിരുന്ന് വായിക്കുമ്പോഴൊക്കെ അതിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കൂട്ടമായിട്ടിരിക്കുന്ന സമയത്ത് അത് ഭയങ്കര ഫണ്ണാണ്. നമ്മളാദ്യം നമ്മളെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന ജെന്വിൻ ഹ്യൂമർ അതിനകത്ത് ഉണ്ടെങ്കിൽ, നമ്മളെ കളിയാക്കുന്നതാണെങ്കിൽ ജെന്വിൻ ഹ്യൂമർ ഉണ്ടെങ്കിൽ ആദ്യം ചിരിക്കും, എന്നിട്ടേ ഒഫൻഡഡ് ആവുകയുള്ളൂ. അപ്പോൾ അത് ആദ്യം അതിനകത്തുള്ള ഹ്യൂമറിൽ നമ്മൾ ചിരിച്ചതിന് ശേഷമേ അതിനകത്തുള്ളതിൽ നമ്മൾ ഒഫൻഡഡ് ആവുള്ളൂ. ഇതിന് പിന്നിൽ ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ. അല്ലല്ല, അതിന്റെ അർത്ഥമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ പറയണത് അങ്ങനെ ഒഫൻഡഡ് ആകുന്ന ഒരു ഈഗോയേക്കാൾ വലുത് എൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ ഹ്യൂമർ സെൻസ് തന്നെയാണ്, ഹ്യൂമർ ആസ്വദിക്കാനുള്ള സെൻസ് തന്നെയാണ്.